ഇടുക്കി മാങ്കുളത്ത് വെച്ചിട്ട് ഫോട്ടോഗ്രാഫേഴ്സിനെതിരെ ക്രൂരമർദ്ദനം. കല്യാണത്തിന്റെ ആൽബം ഷൂട്ട് എടുക്കാനായിട്ട് പോയ ഫോട്ടോഗ്രാഫേഴ്സിനാണ് ഇപ്പൊ അടി കിട്ടിയിരിക്കുന്നത്. അടി കിട്ടിയത് ഈ പറയുന്ന പെണ്ണിന്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നാണെന്നാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത്. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ഈ ഫോട്ടോഗ്രാഫേഴ്സ് അവിടെ പോകുന്ന സമയത്ത് അവർക്കൊരു റൂമും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റൂമിൽ വെച്ചിട്ട് ഈ പറയുന്ന പെൺകുട്ടിയുടെ ബന്ധുക്കൾ വെള്ളമടിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവർക്ക് അങ്ങോട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതിനെ തുടർന്നാണ് ഇങ്ങനൊരു സംഭവം നടന്നത്. എന്തായാലും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് തിരിച്ചു പോകുന്ന വഴിയിൽ ചേസ് ചെയ്ത് പുറകെ ചെന്ന് കാറിനകത്തിട്ട് അടിക്കുമായിരുന്നു സംഭവം. എന്തായാലും നമുക്ക് ആദ്യം തന്നെ കുറച്ച് വീഡിയോസ് ഒന്ന് കാണാം. നേരെ ശേഷം ഓക്കെ, ഇപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോസ് കാണിക്കാൻ പറ്റത്തില്ല, കമ്മ്യൂണിറ്റി വയലേഷൻ ആണ്. കാര്യം അതിന് ആ കാറിനകത്തിട്ട് ആ ജെറി എന്ന് പറയുന്ന ഒരു പയ്യനെ എടുത്തിട്ട് ഈ അടിക്കുവാണ്. ആ അടിക്കുന്ന ചെറുക്കനെ കാണുമ്പോൾ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നല്ല രീതിയിൽ വെള്ളം അടിച്ച് ബോധമില്ലാതിരിക്കുവാണ്. അപ്പൊ കാറിനകത്തെടുത്തിട്ട് അടിക്കുകയും അത് മാത്രമല്ല പയ്യന്റെ മൂക്കിന്റെ പാലമൊക്കെ പൊട്ടിയിട്ടുണ്ട്, അവന്റെ കൈയൊക്കെ ട്വിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അവർ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അന്വേഷണവും കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കും നമുക്ക് ഇനി കണ്ടറിയാം. എന്തായാലും നമുക്ക് ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്ത കുറച്ച് വാർത്തയൊന്ന് കണ്ടു നോക്കാം. ഇടുക്കി മാങ്കുളത്തെ ഫോട്ടോഗ്രാഫേഴ്സിന് ക്രൂരമർദ്ദനം നേരിട്ടു. വിവാഹ ദൃശ്യങ്ങൾ പകർത്താൻ എത്തിയവരെയാണ് വധുവിന്റെ ബന്ധുക്കൾ മർദ്ദിച്ചത്. സംഭവത്തിൽ മൂന്നാർ പോലീസ് കേസെടുത്തു. എബിൻ ജോസ് തൊടുപുഴയിൽ നിന്നും ടെലിഫോണിൽ ചേർന്നു. SKN വിവാഹ ആൽബം ചിത്രീകരിക്കാനായിട്ടാണ് മൂവാറ്റുപുഴ പാലക്കുഴ സ്വദേശികളായ ജെറിൻ, നിതിൻ എന്നിവർ മാങ്കുളത്തെത്തിയത്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് മുറി ഈ വിവാഹം വധുവിന്റെ ആളുകൾ അറേഞ്ച് ചെയ്തിരുന്നു. ഈ മുറിയിൽ മറ്റു ചിലർ ഈ വധുവിന്റെ ബന്ധുക്കളടക്കം വരുന്ന മദ്യപിക്കുകയുണ്ടായി. ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ഇത് ചോദ്യം ചെയ്തിരുന്ന ഇവർ ഇത് ചില അസൗകര്യങ്ങളും ഈ ഫോട്ടോഗ്രാഫേഴ്സ് അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഈ വധുവിന്റെ ബന്ധുക്കൾ ഇവർ തിരിച്ചു പോരുന്ന വഴി കാർ തടഞ്ഞു നിർത്തി ക്രൂരമായി മർദ്ദിച്ചത്. ഇതേ തുടർന്ന് ഇവർ ഫോട്ടോഗ്രാഫേഴ്സ് ഈ മൂന്നാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിലാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വധുവിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന ആളുകൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം തന്നെ ഈ ഫോട്ടോഗ്രാഫേഴ്സ് ഈ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടി ഒരു പരാതി കൂടി മൂന്നാർ പോലീസിൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ കേസെടുക്കൂ എന്നാണ് പോലീസ് പറയുന്നത്. ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഭാഗത്തു നിന്ന് ആ പെൺകുട്ടിയെടുത്ത് മോശമായിട്ടുള്ള അനുഭവം നേരിട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്, അതും കൂടി ഒന്ന് കേൾക്കാം. ഈ പ്രശ്നം ഇതില് ക്യാമറ പേഴ്സൺസ് ആരും എന്നോട് മിസ്ബിഹേവ് ചെയ്തിട്ടില്ല. അത് അവര് തമ്മിലുള്ള എന്തോ പ്രശ്നത്തിലാണ് അവരടിയുണ്ടായത്. പല ന്യൂസ് ചാനൽസും ഈ ഒരു ക്ലിപ്പ് വെച്ചിട്ടില്ല. ആ പെൺകുട്ടിയുടെ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട് ആ പെൺകുട്ടിക്ക് ഈ പറയുന്ന ഫോട്ടോഗ്രാഫേഴ്സിൽ നിന്ന് മോശമായിട്ടുള്ള അനുഭവങ്ങൾ നേരിട്ടിട്ടില്ല എന്ന്. എന്തായാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് പറയുന്നവരെ എന്ത് പറയണ്ടേ, മിക്ക ആൾക്കാർക്കും അങ്ങ് പുച്ഛമാണ്. ഈ കല്യാണ സമയത്തായാലും അല്ലാതെ കാര്യം അവർ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അത് അത്ര നിസ്സാരപ്പെട്ട കാര്യമൊന്നും അല്ല. കാര്യം ചിലത് വെളുപ്പാരാവിലെയൊക്കെ ഷൂട്ട് കാണും. കാര്യം എന്താണ്, ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ പക്കയാണെങ്കിൽ മാത്രമേ ഈ ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ പറ്റത്തുള്ളൂ. അത്രയും കഷ്ടപ്പെട്ട് പോയി ഫോട്ടോസും എടുത്ത് നല്ലൊരു ആൽബം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും മോശം അനുഭവമൊക്കെ ഓരോ ആൾക്കാരിൽ നിന്ന് ഉണ്ടാവുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പറയണ്ടേ, തികച്ചും തന്തയില്ലായ്മ എന്ന് തന്നെ പറയാം. കാര്യം എന്ന് പറഞ്ഞാൽ ആ പയ്യന്മാരെ എടുത്തിട്ട് അടിക്കുന്ന ആ ഒരു സീൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തോ പറയേണ്ടത്. ശരിയാ, ആ കൂട്ടത്തിൽ നിന്ന ആൾക്കാർ ഇത് ആക്ച്വലി വീഡിയോ എടുക്കുമായിരുന്നു. ഈ വീഡിയോ എടുക്കാതെ ഈ വീഡിയോ ഒക്കെ എടുത്ത് മാറ്റിയിട്ട് ഡോറ് തുറന്നിറങ്ങി അവന്മാരെ എടുത്തിട്ട് അടിക്കണമായിരുന്നു. അതായിരുന്നു ചെയ്യേണ്ടത്. കാര്യം ഇത് വീഡിയോ എടുത്തതിൻ്റെ പേരിൽ പോലീസിലായി കേസായി. കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്, കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഇത്രയും ക്രൂരമായിട്ടുള്ള അടി കിട്ടിയിട്ടും കൂടെ നിൽക്കുന്ന ആൾക്കാർ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ലെന്ന് ഓഫ്കോഴ്സ് ഒരു ചോദ്യമുണ്ട്. ആരും റിയാക്ട് ചെയ്തില്ല. അത് കണ്ട് അവർ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുവാണ്. അതും ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, പയ്യൻ കിടന്ന് നിലവിളിക്കുവാണ് ആ വീഡിയോക്കകത്ത്. എനിക്ക് അതിനകത്ത് കമ്മ്യൂണിറ്റി വയലേഷൻ ആണ്, എനിക്കത് വെക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരാളെയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അടിക്കുമോ എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ പറയുന്ന പെൺകുട്ടി അവരുടെ വീട്ടുകാരും വിളിച്ചിട്ടല്ലേ ഈ പറയുന്ന ഫോട്ടോഗ്രാഫേഴ്സ് അവിടെ ചെല്ലുന്നത്. അവർക്ക് ഈ പറയുന്ന വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൻ്റെ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അവരുടെ റൂമിനകത്ത് വന്നിരുന്ന വെള്ളോടിയും പരിപാടിയൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും അതങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്നും പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ എടുത്തിട്ട് അടിക്കുക എന്നൊക്കെ പറയുന്നത് കാണിച്ചത് വെറും തെമ്മാടിത്തരമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ആദ്യമേ ജിക്സൺ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയത്. ജിക്സൺ എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്, എൻ്റെ ഫ്രണ്ടുമാണ്. അപ്പോൾ ജിക്സൺ ആണ് ഈ ഒരു വിഷയം ആദ്യമേ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത്.
ജിക്സന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേർക്കാണ് ഈ അടി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ജിക്സൺ ഇതിനെ പറ്റിയിട്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. ഇന്ന് ഞാനിപ്പോൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ എന്താണ് പ്രശ്നം എന്ന് ഒരുപാട് ആൾക്കാർ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇടി ഉണ്ടായെന്നുള്ള ആൾക്കാർ ചോദിച്ചായിരുന്നു. സംഭവം ഉണ്ടായത് ഞങ്ങളുടെ കൂടെ സ്ഥിരമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോഗ്രാഫർ ജെറി എന്നാണ് പേര്. അദ്ദേഹം ഇന്നലെ മൂന്നാർ ഷൂട്ടിന് പോയി കഴിഞ്ഞപ്പോൾ ആ ഷൂട്ടിന് ക്ലയന്റ് കൊടുത്ത റൂമിൽ ആ ക്ലയന്റ് നശിപ്പിച്ച് അലമ്പാക്കിയിട്ടേക്കായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾക്കിവിടെ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ആ ഷൂട്ടിന്റെ കോർഡിനേറ്റർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ആ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട്സ് ഇവരോട് സ്വാഭാവികമായിട്ടും ദേഷ്യം തോന്നി. ഇനി ഇവരത് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ കിടന്നു. പക്ഷെ ആ മാനേജറിനെ അവർ മാറ്റി നിർത്തി തല്ലുകയുണ്ടായിരുന്നു. ഈ തല്ലുകൊണ്ട് പയ്യൻ പേടികൊണ്ട് ഫോട്ടോഗ്രാഫേഴ്സിനോടും വീഡിയോഗ്രാഫേഴ്സിനോട് ഇത് പറഞ്ഞില്ല. എന്നിട്ട് ഈ ഷൂട്ട് നടക്കണമല്ലോ, അപ്പൊ നമ്മള് ഷൂട്ടിന് വന്ന് ഷൂട്ട് എടുക്കണം എന്നുള്ളൊരു കൺസിഡറേഷൻ കൊണ്ട് നെക്സ്റ്റ് ഡേ അവർ ഷൂട്ടൊക്കെ ചെയ്ത് കഴിയാറായപ്പോഴാണ് ഈ പയ്യനാണെങ്കിലും ഹെർണിയുടെ ഒക്കെ സർജറി കഴിഞ്ഞിട്ടുള്ളൊരു പയ്യനാണ്. ആ പയ്യന് ഈ നല്ല ഉപദ്രവം കിട്ടിയിട്ട് ഈ പയ്യൻ പറഞ്ഞത് ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ക്ലയന്റിനോട് പറഞ്ഞപ്പോൾ ഈ പയ്യനെ ഉപദ്രവിച്ച ആൾക്കാർ അത് കേട്ടിട്ട് ഇവരോട് ദേഷ്യം തോന്നിയിട്ട് ഈ ചെക്കൻ്റെ പെണ്ണിന്റെ വീട്ടിലോട്ട് ഷൂട്ട് ചെയ്യാൻ ഒരു വീട്ടിലോട്ട് ഹോം എൻട്രി ഷൂട്ട് ചെയ്യാൻ പോകുന്ന വഴിക്ക് കാറ് ചേസ് ചെയ്ത് വട്ടം വെച്ച് ഇവരെ ഉപദ്രവിച്ച് വീഡിയോ ആണ് അത് കാണുന്നത്. നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഇന്നലെ അതേ തലേദിവസം രാത്രി തൊട്ട് നെക്സ്റ്റ് ഡേ, അതായത് ഈ തല്ലുണ്ടാക്കുന്ന സമയത്തും അവർ വളരെ മദ്യപിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, മൂന്നാർ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. മൂക്കിന്റെ പാലും ഒടിഞ്ഞിട്ടുണ്ട്, കൈ ട്വിസ്റ്റഡ് ആണ്. ഒരു ഫോട്ടോഗ്രാഫറാണ് പുള്ളിക്കാരന്. ഇനിയിപ്പോൾ ഇങ്ങോട്ട് നല്ല വർക്കൊക്കെ എടുക്കേണ്ട ആളാണ്. അപ്പോൾ ഒരുപാട് വേദന അനുഭവിച്ച് ആളിപ്പോൾ സ്റ്റേഷനിലുണ്ട്. അപ്പോൾ ഇത് ഈ മീഡിയ എല്ലാവരും ഇത് മീഡിയനെ അഡ്രസ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിൾ. ആസ് എ ഫോട്ടോഗ്രാഫർ നമ്മളൊരു ഈ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ നിങ്ങളുടെ ദിവസം അത്ര നന്നായിട്ട് അത്രയും എഫേർട്ട് എടുത്ത് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ചെയ്യാൻ പറ്റാവുന്നത് മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലോട്ടും എത്തിക്കുക. അപ്പോൾ ഇതാണ് അവിടെ സംഭവം നടന്നത്. ചെന്ന സമയത്ത് ആ റൂം മൊത്തത്തിൽ കുളമായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അത് അവരുടെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് പേഴ്സണലി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതിന് തുടർന്ന പ്രശ്നമാണ് ഇതെല്ലാം. അതായത് ഈ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ആരാണോ സെറ്റ് ചെയ്യുന്നത് അവരുടെ ഭാഗത്തെ ഫോൾട്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നവും. ഓക്കെ എന്നും പറഞ്ഞിട്ട് ഈ പറയുന്ന ഇവരെയൊക്കെ എടുത്തിട്ട് അടിക്കുക എന്ന് പറയുന്നത് എന്തൊരു തന്തയില്ലാത്തതായി കാണിച്ചതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ പയ്യൻ്റെ മൂക്കിൻ്റെ പാലമൊക്കെ ഇടിച്ച് പൊട്ടിച്ചെന്ന്. അപ്പം ഇനി അങ്ങോട്ട് ഈ അപ്പം ഒന്നാമത്തെ കാര്യം അവരുടെയൊക്കെ മെയിൻ തൊഴിലെന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയാണ്. ഈ കൈയൊക്കെ പ്രത്യേകിച്ച് കൈ വരെ ഒടിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി അങ്ങോട്ട് മുന്നോട്ട് ഇനിയിപ്പോൾ എത്ര നാളെടുക്കുമെന്നറിയോ ഇതിൻ്റെയൊക്കെ ഇത് റിക്കവറായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാണിച്ചതൊക്കെ ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഇവനൊക്കെ എതിരെ ആക്ഷൻ എടുക്കി ഇവനൊക്കെ എടുത്ത് ജയിലിനകത്ത് ഇടിയും തന്നെ ചെയ്യണം. ഇതൊക്കെ സ്പോട്ടിൽ തന്നെ ആക്ഷൻ എടുക്കേണ്ട കേസാണ് ഇതൊക്കെ. ഇതിനി വീണ്ടും ഇതിന് തെളിവോ കാര്യങ്ങളൊന്നും വേണ്ട. ഇത് തന്നെയാണ് മെയിൻ എവിഡൻസ്. ആ വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ തന്നെ അറിയാം എന്ത് പ്രശ്നമാണെങ്കിൽ ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഭാഗത്ത് തെറ്റാണെങ്കിൽ പോലും ഈ കാണിച്ചത് എന്തുമാത്രം തെമ്മാടിത്തരമാണ്. പക്ഷെ എനിക്ക് ഇതിനകത്ത് പേഴ്സണലി യോജിക്കാൻ പറ്റാത്തത് കാര്യമുണ്ടല്ലോ. ഇത്രയും സഹിച്ച് കൂട്ടത്തിൽ നിന്ന കൂട്ടുകാരനെ അടിയും കൊണ്ട് അവൻ ചോരയും ഒളിച്ച് കിടക്കുന്ന കണ്ടിട്ടും ഈ കൂടെ ഉള്ളവർ ഇത് വീഡിയോ മാത്രം എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴാണ് എന്നെ അതിശയപ്പെടുത്തുന്നത്. നമ്മുടെയൊക്കെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഇങ്ങനെ അടി കിട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആരും നോക്കിക്കൊണ്ടിരിക്കത്തില്ല. അവനെ എത്രയും പെട്ടെന്ന് അവന് ഇടിക്കുക എന്നുള്ളൊരു ചിന്തയേ ഉള്ളൂ. ഇതെന്തായാലും ആ ഒരു കാര്യത്തിനകത്ത് ഭയങ്കര ഇതായിപ്പോൾ. എന്തായാലും പയ്യൻ്റെ നിലവിളിയൊക്കെ ഭയങ്കര തന്നെ. എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.